ഞങ്ങൾ കക്കയെല്ലാം വിറക്കി വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ഞങ്ങൾ കക്ക കഴുകി വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ ഇപ്പോൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കക്ക കുക്ക് ചെയ്യുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളെല്ലാവരും ഉണ്ട്, കണ്ടോ എല്ലാവരും ഉണ്ട്, കണ്ടോ വായി നോക്കി നിൽക്കും എല്ലാവരും. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ കക്ക ഞങ്ങൾ വലിയ ചരുവത്തിനകത്ത് അടുപ്പിൽ വെച്ചേക്കോ. ഇതിനി ഇത് വെന്ത് വരണം, എന്നിട്ട് ഇതെല്ലാം പിറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാൻ. അവിടെ നമ്മുടെ കക്ക ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നമ്മളത് കുറേ നേരം എടുത്തിട്ടാണ് അത്രയും റെഡി ആയത്. അവിടെ ഞങ്ങളുടെ കക്ക ഫുള്ള് റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പിറക്കണം, പിറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഞാനും പ്രിയങ്കയും കൂടെ രണ്ടുപേരെ പൊക്കാനായിട്ട് വന്നേക്കാം. ആണ്ട് വരാണ്ടേ രണ്ട് ഉള്ളി അരിഞ്ഞിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ട് വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇറക്കാൻ വരുമോ? കക്ക ഇറക്കാം, ബാബാ കമോൺ. ഞങ്ങൾ കണ്ട വെന്ത കക്ക ഫുള്ള് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഭയങ്കര ചൂടായത്, തണുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഇതെല്ലാം പിറക്കി സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. എല്ലാവരും ഇരുന്ന് കക്ക പിറക്കി ക്ലീൻ ചെയ്യുക. നോക്കിയേ, എല്ലാവരും ഉണ്ട്. പ്രിയങ്ക എല്ലാവരും ഉണ്ട്. എല്ലാവരും കക്ക പിറക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം. ഇത്രയും സാധനമുണ്ട്, അത് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഞങ്ങൾ കുക്ക് ചെയ്ത് കപ്പയുമായിട്ട് അല്ലേ ചീനിയുമായിട്ട് ഞങ്ങൾ കഴിക്കും. കാണിച്ചു തരാം. അവിടെ ഞങ്ങൾ ഒരു 2 മണിക്കൂർ ഇരുന്ന് എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് അങ്ങനെ കക്ക ഫുള്ള് പിറക്കി തീർത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തെടുത്ത്. ഇനി ഇത് ഞങ്ങൾ നല്ല കുരുമുളകൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്ത് കപ്പയും ഇങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കപ്പയും കൂടെ വേവിച്ചിട്ട് അതിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ടാണേ. അതുകൊണ്ട് ഞങ്ങൾ കക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കുമ്പോൾ മുഖത്തോട്ടൊക്കെ തെറിച്ച് വീഴുമെന്ന് അറിയത്തില്ല. കടുക് ഇട്ട് പാചകം ചെയ്യണം. കടുക് പൊട്ടുന്നത് ഞാൻ ഒളിഞ്ഞ് നിൽക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ മുഖത്തോട്ട് ഇതെല്ലാം കൂടെ തെറിച്ച് വീഴും. കുറച്ച് തേങ്ങാക്കൊത്ത് അതിനകത്തോട്ട് എണ്ണയ്ക്കകത്തോട്ട് ചൂടായ എണ്ണയ്ക്കകത്തോട്ട് ഇടണം. ഹോമം നടത്തുന്ന പോലെ ഉണ്ട്, മൊത്തം പുകയാണ്. അതിനകത്തോട്ട് നമ്മൾ ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇടണം. അതാണ്ടെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സത്യത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കുക്കിംഗ് ബ്ലോഗൊക്കെ ഇങ്ങനെ എടുക്കുന്നത്, അതിൻ്റെതായ ഫോൾട്ടൊക്കെ കാണും. ഇത് ഞാനല്ല ഇത് കുക്ക് ചെയ്യുന്നത്, ഇത് പ്രിയങ്കയാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ പ്രിയങ്ക കാണിച്ചു തരാതാണ്ട്. ഇതാ പ്രിയങ്ക. ഒക്കെ എല്ലാവരും രാവിലെ കക്ക പിറക്കാൻ പോയിട്ട് വെയിലൊക്കെ കൊണ്ട് തളർന്നിരിക്കുക. അതുകൊണ്ട് ഇതിനകത്തോട്ട് കുറച്ച് കാന്താരി മുളക് ഇടുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ പിടിച്ച കാന്താരി തന്നെ. ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, നമുക്കറിയാൻ പറ്റത്തില്ല കാന്താരിയൊക്കെ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന്. കറിവേപ്പില ഇട്ട് എല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കാന്താരി പൊട്ടിത്തെറിക്കുന്നുണ്ട്. അരിഞ്ഞ് സവാള കൊണ്ട് അരിഞ്ഞ് വെച്ചേക്കുണ്ട്. റോസ്റ്റിന് മെയിനായിട്ട് സവാളയാണ് വേണ്ടത്. കാന്താരി അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓരോന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമുക്ക് സവാള ഇങ്ങനെ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു കക്കയെക്കാട്ടി കൂടുതൽ സവാളയാണെന്ന് തോന്നുന്നു ഇതിനകത്തുള്ള. കക്ക ഇറച്ചി കാണണമെങ്കിൽ ഞങ്ങൾ ഈ സവാള മാറ്റിയിട്ട് നോക്കേണ്ടി വരും. എന്നിട്ട് ഏകദേശം നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഇനി കുറച്ച് തക്കാളിക്ക് ഇടണം. കൂട്ടത്തിൽ കുറച്ച് കക്ക ഇറച്ചി ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് ശേഷം കുറച്ച് അത് ചതച്ചതാണേ, കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിന് മിക്സ് ആക്കണം. കുറച്ച് കുരുമുളക് കുറച്ച് കൂടുതലിടണം, എന്നാലേ നമ്മുടെ കക്ക ഇറച്ചിക്കകത്തൊരു നല്ല ടേസ്റ്റ് വരത്തോളൂ. കുറച്ച് മസാലപ്പൊടി, ഗരം മസാല വീട്ടിൽ പൊടിച്ച കുറച്ച് ഗരം മസാല ഇട്ട് ഇനി അത് നന്നായിട്ട് മിക്സ് ആക്കണം. ഒരു കാര്യം പറഞ്ഞത് ഉപ്പിട്ടില്ല, ഉപ്പാണ് മെയിൻ. ഉപ്പിട്ട് ഇനി അത് മിക്സ് ആക്കണം. സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ കപ്പ ഇരുന്ന് വേവുന്നുണ്ട്. അത് എപ്പോൾ വേവുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അവിടെ സവാള ഫുള്ള് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കക്ക ഇറച്ചി ഫുള്ള് ഇടാം കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് പറക്കിക്കൊണ്ട് വന്ന കക്ക ഇറച്ചിയാണ്. ഇത് ഫുള്ള് അതിനകത്തോട്ട് തട്ടിയിട്ട് ഇത് മിക്സ് ആക്കണം. മിക്സാക്കി കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മസാല എല്ലാം ചേർത്ത് കൊടുക്കാവേ. കക്ക ഇവിടെ കിടന്ന് ഏകദേശം എല്ലാം സെറ്റായി. ഇതിനകത്തോട്ട് ഇനി നമുക്ക് മസാല ചേർക്കാം. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം,
മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ നല്ല ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് കുരുമുളക് പൊടി ഇടുന്നത് കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് ഗരം മസാല ഇടാൻ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാല ഞങ്ങൾ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷമാണ് ഇടുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സാക്കി കൊടുക്കണം നല്ലപോലെ. എല്ലാം മസാല ഇട്ട് മിക്സാക്കി ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളകല്ല, ഇത് മുളക് പൊടി കേട്ടോ. പറഞ്ഞ ഫ്ലോയിലങ്ങ് മാറിപ്പോയതാ. കുറച്ച് മുളക് പൊടി ഇട്ട്, മുളക് ഭയങ്കര കൂടുതലായിട്ടോ. നമ്മൾ സാധാരണ റോസ്റ്റിന് കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടണം. ഒരു കാര്യം മറന്നുപോയി, വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പാണ് ആദ്യമേ ഇടുന്നത് നമ്മളിതിനകത്തെ. നമ്മളാണ്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുക. അതിനകത്ത് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, പെരിഞ്ജീരകം ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കണം. നമ്മുടെ വീട്ടിൽ പിടിച്ച കറിവേപ്പിലയാണ്, അത് ഇങ്ങനെ എടുത്ത് ഇട്ട് നാടൻ കറിവേപ്പില. അവസാനം നമ്മുടെ കിടിലൻ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കപ്പ എല്ലാം സെറ്റായി. അത് അതിനകത്ത് എന്തൊക്കെ ചേർത്ത് നമ്മൾക്കത് മിക്സ് ആക്കി എടുക്കണം അല്ലേ. അവസാനം ഞങ്ങളുടെ താണ്ടെ കപ്പയും കക്കയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കക്ക റോസ്റ്റ്, കക്ക ഫ്രൈ, കപ്പ എല്ലാവരും താണ്ടെ റെഡി ആയിട്ടിരിക്കുക ഫുഡ് കഴിക്കാനായിട്ട്. താണ്ടെ എല്ലാവരും റെഡിയാണ്. കണ്ട എല്ലാവരും. അപ്പം നമുക്ക് കഴിക്കാം, കഴിച്ചു നോക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ആദ്യത്തെ അനുഭവം കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി അടിപൊളി.